കേരള സമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് നഗ്നരായി നിൽക്കുന്ന CPI ഒറ്റ ദിവസം കൊണ്ട് സംഘപരിവാരത്തിന്റെ ഭാഗമായി മാറി മുഖം നഷ്ടപ്പെട്ട CPM ഇവരോടൊക്കെ വേദം ഓതിയിട്ട് ഒരു കാര്യവുമില്ല. എങ്കിലും CPIയോട് വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. പുതിയ നിയമത്തില് അപ്പോസ്തലനായ പൗലോസ് സെന്റ് പോൾ കൊരിന്തിയ എന്ന് പറയുന്ന സ്ഥലത്തെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനങ്ങൾ, അതിൽ രണ്ടാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അതിലിങ്ങനെയാണ് പറയുന്നത്: ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നമുക്ക് ലഭിക്കുന്ന സുപ്രസാദ കാലത്തെ എങ്ങനെ വിനിയോഗിക്കണം, രക്ഷാ ദിവസത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നാണ് സെന്റ് പോൾ പറയുന്നത്. ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വചനമുണ്ട്. എല്ലാറ്റിനും ഒരു ദിവസമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കാലമുണ്ട്. ഇത് നമ്മൾ കേട്ടിട്ടുള്ളത് നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നതാ. അത് ശ്രീനിവാസന്റെ വാക്കുകളല്ല. ഇത് സഭാപ്രസംഗി, അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് പഴയ നിയമത്തിൽ സോളമൻ ദ വൈസ്, ബുദ്ധിശാലിയായ സോളമൻ എഴുതിയതാണ്. എല്ലാറ്റിനും ഒരു കാലമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയമുണ്ട് എന്ന്. അതുപോലെ കൊരിന്ത്യർക്കുള്ള ലേഖനത്തില് വിശുദ്ധ പൗലോസ് സുപ്രസാദ കാലത്തെക്കുറിച്ചും രക്ഷാ ദിവസത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതിന് തൊട്ടുമുകളിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സുപ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാ ദിവസങ്ങളിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഇത് CPIക്കുള്ളൊരു സന്ദേശമാണ്. ഇത് വായിക്കുമ്പോൾ ഇന്നത്തെ CPIയെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. CPI അടിമുടി എതിർത്തുകൊണ്ടിരുന്ന, നഖശികാന്തം എതിർത്തുകൊണ്ടിരുന്ന PM ശ്രീ പദ്ധതി അവരറിയാതെ, മന്ത്രിസഭ അറിയാതെ, മുന്നണി അറിയാതെ സർക്കാർ രഹസ്യമായിട്ട് ഡൽഹിയിൽ ഒപ്പിട്ടതിനെ തുടർന്ന് ഇപ്പോൾ CPI എത്തി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു അന്തരാള ഘട്ടമുണ്ട്, ഒരു കാലമുണ്ട്. ആ കാലത്തേക്ക് കരുതി വെച്ച വാചകങ്ങളാണോ ഇത് എന്ന് ഇപ്പോഴ് തോന്നിപ്പോവുകയാണ്. ഈ മാസം 27-ാം തീയതി മറ്റന്നാൾ പുന്നപ്ര വയലാർ സ്മരണ പുതുക്കിയതിനു ശേഷം CPMനോട് ചേർന്ന് നിന്ന് ആ സ്മരണകൾ ഓർമ്മിച്ചെടുത്തതിന് ശേഷം CPI പോകുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്കാ, നിർവാഹക സമിതിയിലേക്കാ. ആ ദിവസമാണ് CPIയെ സംബന്ധിച്ചിടത്തോളമുള്ള സുപ്രസാദ കാലം, അല്ലെങ്കിൽ രക്ഷാ ദിവസം, അല്ലെങ്കിൽ എല്ലാറ്റിനും ഒരു കാലമുണ്ട്, സമയമുണ്ട് എന്ന് സോളമൻ പറഞ്ഞ ദിവസം. സോളമൻ പറയുന്നത് ജനിക്കാനൊരു ദിവസമുണ്ട്, മരിക്കാനൊരു ദിവസമുണ്ട്, കൊല്ലാനൊരു ദിവസമുണ്ട്, നടാനൊരു ദിവസമുണ്ട്, നട്ടുവിളഞ്ഞത് പറിക്കാനൊരു ദിവസമുണ്ട്, ആലിംഗനം ചെയ്യാനൊരു ദിവസമുണ്ട്, ആലിംഗനം ചെയ്യാതിരിക്കാൻ മറ്റൊരു ദിവസമുണ്ട്, യുദ്ധത്തിനൊരു ദിവസമുണ്ട്, അതുപോലെ തന്നെ സമാധാനത്തിന് ഒരു ദിവസമുണ്ട്, സ്നേഹത്തിനും ഒരു ദിവസമുണ്ട്, എല്ലാറ്റിനും ഒരു ദിവസമുണ്ട്. CPIയുടെ ദിവസം 27-ാം തീയതി സമാഗതമാവുകയാണ്. നിങ്ങൾ എന്ത് തീരുമാനിക്കും? CPIയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഓരോന്ന് ചെയ്യാൻ ഓരോ കാലമുണ്ടായിട്ടുണ്ട്. പാർട്ടിയിലെ പിളർപ്പന്മാരായിട്ട് നിന്നവരെ പറഞ്ഞ് പുറത്തേക്ക് വിട്ട ഒരു ദിവസമുണ്ട് 1964. പിന്നീട് വീണ്ടും CPMുമായിട്ട് സഹകരിച്ചു, അതിനൊരു ദിവസം ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസിന്റെ കൂടെ ചേർന്നു, അതിന് വേറൊരു ദിവസം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഭട്ടിൻഡ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിടർത്താൻ തീരുമാനിച്ചു, അതിനൊരു ദിവസം ഉണ്ടായി. പിന്നീട് LDFിൽ വീണ്ടും ചേരാൻ ഒരു ദിവസം ഉണ്ടായി. പല പല അപമാനങ്ങൾ സഹിക്കുന്നതിന് ഓരോരോ ദിവസങ്ങൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ LDFില് അവർക്ക് തിരുത്തൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, അതിന്റെ ദിവസം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാനാഭിമാനങ്ങളുടെ പല പല ദിവസങ്ങൾ CPI ഈ LDFിൽ നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ CPI അപമാനിതരായി നിൽക്കുകയാണ്. പറഞ്ഞല്ലോ, അവരുടെ മന്ത്രിമാരറിയാതെ, അവരുടെ പാർട്ടി അറിയാതെ, അവരും കൂടെ ഉൾപ്പെടുന്ന LDF പോലും അറിയാതെയാണ് കേന്ദ്ര ഗവൺമെന്റിന് കീഴടങ്ങി, BJPക്ക് കീഴടങ്ങി സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ തീരുമാനിച്ചത്, അതിനുവേണ്ടി PMCയുടെ കരാർ ഒപ്പുവെച്ചത്. ഇപ്പോൾ ഇതാ വീണ്ടും പാരതന്ത്ര്യം ത്യജിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് ചിറകടിച്ച് പറക്കാനുള്ള ഒരു ദിവസം, ഒരു കാലം നിങ്ങൾക്കായി വന്നിരിക്കുകയാണ്. അത് CPI ചെയ്യുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചെയ്താൽ ഈ സുപ്രസാദ കാലത്ത് നിനക്ക് ഉത്തരം കിട്ടും, നിന്നെ സഹായിക്കാൻ ആളുണ്ടാവും, നീ ചേർത്ത് കൊള്ളപ്പെടും. കേരള രാഷ്ട്രീയത്തിൽ നിനക്ക് നഷ്ടപ്പെട്ട അഭിമാനവും അന്തസ്സും തിരിച്ചു കിട്ടും.
അതിന് നിങ്ങളൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കേണ്ട ദിവസം ഈ 27-ാം തീയതിയാണ്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നു. അവിടെ അത്ഭുതങ്ങളൊന്നും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. കാരണം ഇപ്പോൾ ഭരണത്തിന്റെ ഭാഗമാണ്. 4 മന്ത്രിമാരുടെ മറ്റ് പദവികളുണ്ട്. അതൊക്കെ തരുന്ന വലിയ പ്രിവിലേജും സുഖവുമുണ്ട്. അതൊക്കെ ഒരു നിമിഷം വിട്ടെറിഞ്ഞു പോരാൻ CPI തയ്യാറാവുമെന്ന് ആരും കരുതിയതല്ല. പറഞ്ഞു കേട്ടത് മന്ത്രിമാര് രാജിവെക്കാൻ തയ്യാറാണെന്നാണ്. രാജിവെച്ചിട്ട് എന്താ കാര്യം? ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ CPM ആ വകുപ്പുകൾ ഏറ്റെടുക്കും, മറ്റുള്ളവരെ ഏൽപ്പിക്കും. അതിനപ്പുറത്ത് എന്ത് സംഭവിക്കാനാ? അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിക്കാം. എന്ത് പ്രയോജനം? നിങ്ങളില്ലെങ്കിലും മന്ത്രിസഭാ യോഗം നടക്കും. അവർക്ക് തോന്നിയ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കും. എതിർക്കുന്ന ഏക പാർട്ടി ഇല്ലാതായാല്, മന്ത്രിസഭയിൽ അവരുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ, രാജനോടെ വരുന്നില്ലെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാണ്. അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങും. അപ്പോൾ നിങ്ങൾ അപ്പോഴും മുന്നണിയുടെ ഭാഗമാണ്. ഈ മുന്നണിയാണ്, അല്ലെ മുന്നണിയുടെ സർക്കാരാണ് ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് മറക്കരുത്. കേന്ദ്രത്തിന് കീഴടങ്ങുന്നത് ഇടതുപക്ഷ മുന്നണി സർക്കാരാ. അപ്പോഴും നിങ്ങൾ അതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാ. അവർ പറയുന്നതിനൊക്കെ നിങ്ങൾ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് കൈവെക്കേണ്ടി വരും, അനുഭവിച്ച് വോട്ട് ചെയ്യേണ്ടി വരും ഈ മുന്നണിയിൽ നിൽക്കുന്നിടത്തോളം കാലം. അല്ലാതെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് കൊണ്ടോ അതിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ടോ 5 പൈസയുടെ പ്രയോജനം ഉണ്ടാവുമെന്ന് നിങ്ങളാരും കരുതണ്ട. ഇന്നലെ എക്സിക്യൂട്ടീവിന് പുറത്തുമൊക്കെ നമ്മുടെ ബിനോയ് വിശ്വം വളരെ ക്ഷോഭിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാ. ഇതെന്ത് LDF, ഇതെന്ത് സർക്കാർ, കൂട്ടുത്തരവാദിത്വം മറന്നില്ലേ? ഒരു കൂട്ടുമന്ത്രിസഭയിൽ പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിച്ചില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. മന്ത്രി അനിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അത് മാത്രമല്ല, ഇപ്പോൾ D രാജയ്ക്ക് കത്തയച്ചിരിക്കുക. ആര്? ബിനോയ് വിശ്വം D രാജ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുക. അതിൽ പറയുന്നത് ഇതിൽ ഗൂഢാലോചന നടന്നതാ. അതിൽ ബിനോയ് വിശ്വം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. 1-ാം തരം ഗൂഢാലോചന നടന്നു. അത് ഡൽഹിയിലാണ് നടന്നത്. പ്രധാനമന്ത്രിയും പിണറായി വിജയനും തമ്മിലാ ആ ആലോചന ഉണ്ടായത്. അത് ഗൂഢാലോചനയാണോ പരസ്യാലോചനയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. രാജയ്ക്ക് അയച്ച കത്തിൽ ബിനോയ് അത് പറഞ്ഞിരിക്കുക. ബിനോയ് വിശ്വം രാജ എന്ത് ചെയ്യാനാ? സാക്ഷാൽ CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹം പറഞ്ഞതാണല്ലോ ഇത് ശരിയല്ല, നമുക്കിത് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന്. അതാരെങ്കിലും കേട്ടോ? പിണറായി കേട്ടോ? പിണറായിയുടെ മന്ത്രി V ശിവൻകുട്ടി കേട്ടോ? CPMന്റെ സംസ്ഥാന ഘടകം കേട്ടോ? CPM സംസ്ഥാന സെക്രട്ടറി അത് മനസ്സിലാക്കിയോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ ആ എതിർപ്പ് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് CPIയുടെ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണല്ലോ ആരും അറിയാതെ ഈ ഒപ്പിടൽ കർമ്മം നടന്നത്. പിന്നെ D രാജ എന്ത് ചെയ്യാനാ? ഈ രാജ തന്നെ ഈ CPIയുടെ കേരളത്തിലെ ഘടകത്തിന്റെ ഒരു ബലത്തിലാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നത്. ഇവിടുത്തെ ഘടകം ഇന്ന് രാജയോട് പറയുകയാണ്. രാജ ആരോടാ പറയേണ്ടത്? ബേബിയോടോ? പറഞ്ഞാൽ നടക്കുമോ? ഈ കരാറിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവൂ? ഇല്ലല്ലോ. അവരാലോചിച്ച് ചെയ്തതല്ലേ. പിണറായിയും ശിവൻകുട്ടിയൊക്കെ ആലോചിച്ച് ചെയ്തതല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കേ. ആരാണ് ആദ്യം അഭിനന്ദിച്ചത്? നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയെ ABVP അല്ലേ. അത് കഴിഞ്ഞ് BJP അഭിനന്ദിച്ചു. അവസാനം കേന്ദ്ര സർക്കാരും അഭിനന്ദിച്ചു. ഇന്ന് മനോരമയിൽ കണ്ടൊരു ചിത്രം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. നമ്മളിനി എന്തൊക്കെ അത്ഭുതങ്ങൾ കാണാൻ കിടക്കുന്നു. ഇത് പക്ഷെ അത്ഭുതപ്പെടുത്തി. നമ്മുടെ ABVPയുടെ പ്രതിനിധികളെ ശിവൻകുട്ടി ആദരിച്ചിരുത്തിയിരിക്കുക മുമ്പില് ഓഫീസില് ABVPയുടെ അഭിനന്ദനങ്ങൾ സ്വീകരിക്കാൻ. ശിവൻകുട്ടി ഒന്ന് ആലോചിച്ച് നോക്ക്. SFIക്കാരൻ പുറത്ത് നിൽക്കുക. അവരെന്തോ പറഞ്ഞിരിക്കുന്നത്? ഒപ്പിടുന്നതിൽ തെറ്റില്ല, ആശങ്ക അറിയിക്കുമെന്ന്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഒപ്പിട്ടു, അത് നടപ്പാകാൻ പോവാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി. ആശങ്ക ആരും അറിയിക്കാന്? പിണറായി വിജയനെയോ ശിവൻകുട്ടിയെയോ? SFI ഒരു വിപ്ലവ പ്രസ്ഥാനമാണ്. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദിനെതിരായിട്ട് എന്തോ ഒരു ജനാധിപത്യ വിപ്ലവം അവിടെ നടത്തിയത്. അവരാ പറയുന്നത് ഒപ്പിടുന്നത് കുഴപ്പമില്ലെന്ന്. ഇന്നലെ നമ്മുടെ ബിനോയ് പറഞ്ഞു സംതിങ് ഈസ് റോങ് എന്ന്. സംതിങ് അല്ല ബിനോയ്, എവരിതിങ് ഈസ് റോങ്. എല്ലാം കുഴപ്പമാ. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സർക്കാരായിട്ട് നിൽക്കുകയാ. ജനങ്ങളൊക്കെ വോട്ട് ചെയ്ത് ഒരു ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയാ, BJP സർക്കാരിന് വേണ്ടി അല്ല. BJPയുടെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനല്ല, നിങ്ങളുടെ ഇടതുപക്ഷ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനാ. അതായിട്ട് ഇവിടെ അട്ടിമറിച്ചിരിക്കുന്നത്. അതിന്റെ പേരിലാണ് CPM കീഴടങ്ങിയിരിക്കുന്നത്. ആ CPMന്റെ മുമ്പിൽ നിങ്ങൾ കീഴടങ്ങരുതെന്ന ഈ പറയുന്നത്. ഏതാണ്ട് കീഴടങ്ങി നിൽക്കുകയാണ്. ഇനിയും സമയമുണ്ടെന്നാ പറയുന്നത്. അത് തക്കത്തിൽ വിനിയോഗിക്കണമെന്നാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. സംതിങ് ഈസ് റോങ്, എവരിതിങ് ഈസ് റോങ്, അതാണ് സത്യം. പക്ഷേ CPM നമ്മുടെ CPIയുടെ ഈ ബഹളങ്ങൾ കണ്ടിട്ടൊന്നും അനങ്ങിയിട്ടില്ല. അവർ എക്സിക്യൂട്ടീവ് കൂടുന്നു, ബിനോയ് വിശ്വം പത്രക്കാരെ കാണുന്നു. ഒരു ചലനവും CPMനില്ല. അവർ പറയുന്നില്ലെങ്കിലും പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് അവരുടെ മനസ്സിലെ ഒരു വികാരം.
ഇന്നലെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ മാർക്സും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയും ഇതിനെ ന്യായീകരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുവരെ ന്യായീകരണമായിരുന്നു? ശിവൻകുട്ടി ഇതുവരെ പറഞ്ഞു വന്നതിനെ എല്ലാം തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്താ, എല്ലാ കാലത്തും നമുക്ക് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? അത് പ്രായോഗികമാണോ? ഞങ്ങൾക്ക് സംശയങ്ങളും എതിർപ്പും ഉണ്ടായിരുന്നു, ഞാനങ്ങ് മാറിയെന്ന്. ശിവൻകുട്ടി മന്ത്രി മാറി, ഈ നയത്തിന്റെ കാര്യത്തിൽ അതിന്റെ അഭിപ്രായങ്ങൾ മാറി. പിന്നെ ഇതൊക്കെ ഒരു തന്ത്രമാണെന്നും പറഞ്ഞു, ഒപ്പിട്ടതൊക്കെ തന്ത്രമാണെന്നും. അപ്പൊ ശിവൻകുട്ടി മന്ത്രി മാറി എന്ന് പറഞ്ഞാൽ LDF മാറുമോ? സംസ്ഥാന സർക്കാർ മാറുമോ? അങ്ങനെ പറ്റത്തില്ലല്ലോ. ശിവൻകുട്ടി മാറിയാൽ പോലല്ലോ, CPM അപ്പാടെ മാറിയിരിക്കുന്നു. അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാം. പിന്നെ MP ഗോവിന്ദൻ മാർക്സ് എന്താ പറഞ്ഞത്? നിങ്ങളോട് ആരാ പറഞ്ഞത് ഇത് ഒരു ഇടതുപക്ഷ സർക്കാരാണെന്ന്? അദ്ദേഹം ചോദിക്കുക, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുക, ഇതൊരു ഇടതു സർക്കാരാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇടതുപക്ഷമാണെന്ന് ആര് പറഞ്ഞു? ഇതിന്റെ പേര് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാ. നമ്മളേക്ക് അത് വിശ്വസിച്ചാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുക, ഇത് ഇടതുപക്ഷമാണെന്ന് ആര് പറഞ്ഞു? ഇടതുപക്ഷ നയം നടപ്പാക്കുന്ന സർക്കാരാണ് ഇതെന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചത്. പിന്നെ ഒറ്റ വായനയ്ക്ക് മനസ്സിലാത്ത ചില കാര്യങ്ങളോട് പറഞ്ഞു. തെറ്റുപറ്റാതിരിക്കാൻ അതൊക്കെ കൂട്ട് ചെയ്യുക, അങ്ങ് ഉദ്ധരിക്കുക. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. കുത്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും വർഗഘടനയുടെ ഭാഗമായി നിൽക്കുന്ന സർക്കാരാണിത്, ഇടതുപക്ഷ മുന്നണി സർക്കാരല്ലെന്ന് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോയി എന്നൊന്നുമല്ല. ജനാധിപത്യ വിപ്ലവം പോലും നടക്കാത്ത സംസ്ഥാനമാണിത്. ബാക്കി എല്ലായിടത്തും നടന്നു, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ജനാധിപത്യ വിപ്ലവം, അതുപോലും നടക്കാത്ത ഒരു സംസ്ഥാനമാണ് ഇത്. വിപ്ലവാത്മകമായി ചിന്തിച്ചാൽ നമ്മൾ 1-ാം നമ്പർ അല്ല, വളരെ വളരെ പിന്നില. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, അതായത് ജനാധിപത്യ വിപ്ലവം പോലും നടപ്പാകാത്ത സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഭരണപരമായി നോക്കുമ്പോൾ സാധിക്കുന്നതല്ല. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞാൽ പോലായിരുന്നു. ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടപ്പോൾ എങ്കിലും നിങ്ങൾക്ക് സർവശിക്ഷ അഭിയാൻ മുഖേന ലഭിക്കേണ്ട പൈസ തരുമെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ലെന്ന് മനസ്സിലാക്കി അതങ്ങ് സമ്മതിച്ചാൽ പോലായിരുന്നു, അന്ന് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്താൽ പോലായിരുന്നു. അപ്പോഴീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. ഇങ്ങനെയാണ് ന്യായീകരിക്കുന്നത്. എത്ര മണ്ടൻ ന്യായീകരണങ്ങളാണ് ഇവര് മുന്നോട്ട് വെക്കുന്നത് നോക്കൂ. സത്യം പറഞ്ഞാൽ അശ്ലീലമാണ്. CPM-ന്റെ നേതാക്കള് പറയാൻ പറ്റുന്നതാണോ? ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്നവർക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ? തന്ത്രമാണ് പോലും. നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പറയുക, എന്ത് തന്ത്രം? കുതന്ത്രം പോലുമല്ല, കുതന്ത്രത്തിന് കൊണ്ടൊരു ന്യായം. ഇതെന്താണ്? സാഷ്ടാംഗം കീഴടങ്ങല. കീഴടങ്ങി കിടക്കുകയാണ് BJP-യുടെ മുമ്പിൽ CPM. അതുകൊണ്ടാണ് ബിനോയ് വിശ്വം ഈ 27-ാം തീയതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രസാദ ദിവസമാണ്, അല്ലെങ്കിൽ രക്ഷാ ദിവസമാണ്, ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത്. CPM-ന്റെ ഒരു അവസ്ഥ നോക്കൂ. ഇവിടെ നാണം കെട്ട് നിൽക്കുകയാണ് CPI-ക്ക്. അവിടെ മുഖം നഷ്ടപ്പെട്ട് ഈ PM-ശ്രീ ഒപ്പുവെച്ചതിന്റെ മുറിവിൽ നിന്ന് ദുർഗന്ധം വമിച്ചു നിൽക്കുകയാണ് CPM. അവരുടെ അണികള് എന്ത് ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകേണ്ടത് അവരാ. BJP-ക്കും മോദി സർക്കാരിന് മുമ്പിൽ കീഴടങ്ങിട്ട് നിൽക്കുന്ന സ്വന്തം പാർട്ടിയെ പറ്റി ഓർക്കുമ്പോൾ അവർക്ക് മറുപടിയില്ലാതെ നിൽക്കുകയാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് BJP-യുടെ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ RSS-ന്റെ വർഗീയ അജണ്ട നടപ്പാക്കാനുള്ളതാണെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ മുതൽ ഇങ്ങോട്ട് താഴോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. സഖാക്കളും അണികളും സാധാരണക്കാരും ഒക്കെ വിശ്വസിച്ച കാര്യമാണ്. ഇപ്പൊ പറയുന്നു കാശ് കിട്ടണമെങ്കിൽ അത് ഒപ്പുവെക്കണമെന്ന്. 1200 കോടി രൂപയോ മറ്റുമാണ്. അത്രയും ഇല്ലെന്നാണ് കേന്ദ്രം പറയുന്നത്. 971 കോടി രൂപയേ ഉള്ളൂ എന്നാണ് കേന്ദ്രം പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ നാണക്കേട്, കീഴടങ്ങൽ. അതിനുവേണ്ടി മാത്രമാണോ? ഇതാണോ യഥാർത്ഥ കാരണം? ഗുരുവിശ്വൻ ചോദിക്കുന്നുണ്ട്, ഇത് മുന്നണിയോ മന്ത്രിസഭയോ ഒന്നും അറിയാതെ ഒപ്പിട്ടതിന്റെ കാരണം എന്താണ് ഞങ്ങൾക്ക് അറിയണമെന്ന്. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പിന്നെ വിശ്വന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തുണ്ടായത്. പക്ഷെ ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഭീഷണിപ്പെടുത്തിയെന്ന്. ആ ഭീഷണി കൊണ്ടാണ് ഒപ്പിട്ടതെന്നാണ് നമ്മുടെ ശിവൻകുട്ടി പറയുന്നത്. വിനോവിശ്വത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഭീഷണി എന്തിനാണ് ഭീഷണി? ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഈ പറയുന്ന പണം കിട്ടത്തില്ല. ഇത് നടപ്പാക്കാനുള്ള പണത്തിന്റെ 60% കേന്ദ്രം തരുന്നുള്ളൂ, 40% നമ്മുടേതാ, സംസ്ഥാന സർക്കാരിന്റെയാ.
അതുകൂടി ഉപയോഗിച്ചാണ് ഈ നരേന്ദ്രമോദിയുടെയും ബി ജെ പി സർക്കാരിന്റെയും ബ്രാൻഡിങ് നമ്മൾ ഈ വിദ്യാലയങ്ങളിലൂടെ നടത്തേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ഭീഷണിക്ക് കാരണം എന്താ? എന്താണ് ഭിന്നവീഴ്ച അറിയാൻ ആഗ്രഹിക്കുന്ന കാരണം? കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. SNC ലാവലിൻ ഇന്നലെ നമ്മൾ പറഞ്ഞതാ, സുപ്രീം കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ മതി, സംഗതി തീരും. എക്സാലോജിക്ക് കരിമണൽ കമ്പനിയുമായിട്ടുള്ള ഇടപാട്, പിന്നെ മകനെതിരായിട്ട് ED ഇറക്കിയ സമൻസ് ഡെമോക്ലീസിന്റെ വാള് പോലെ മുകളിൽ തൂങ്ങിക്കിടക്കുക. അല്ലാതെ PMC പദ്ധതിക്ക് കിട്ടാനുള്ള കാശൊന്നുമല്ല പ്രധാനം. സംസ്ഥാന മന്ത്രിസഭ ഇതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ തീരുമാനിച്ചതാ, കൊടുത്തില്ലല്ലോ. ഇപ്പൊ പിന്നെ എന്തിനാണ് ഈ തിടുക്കം, അനാവശ്യമായ തിടുക്കം? മുഖ്യമന്ത്രിയും സ്ഥലത്തില്ല. അദ്ദേഹം മസ്കറ്റിൽ രണ്ടാം ഭരണത്തിന്റെ മാഹാത്മ്യം വിളപ്പിക്കൊണ്ടിരിക്കും അവിടുത്തെ മലയാളികളുടെ മുമ്പിൽ. അദ്ദേഹം പോലും ഇല്ലാത്തപ്പോ എന്തിനായി തിടക്കം? അദ്ദേഹം മാറി നിന്നാണോ? ഈ കരാർ ഒപ്പുവയ്ക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വേണ്ട എന്ന് വിചാരിച്ച് മാറി നിന്നതല്ലേ? അതല്ലേ സത്യം? വിനോയ് സ്നേഹം കൊണ്ട് പറയുവാ, നിങ്ങളിപ്പോ ഈ കരാർ പുനഃപരിശോധിക്കണം, പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞാണല്ലോ കത്ത് കൊടുത്തിരിക്കുന്നത്. നടക്കാൻ പോകുന്നില്ല. ഇത് കേന്ദ്ര സർക്കാരുമായിട്ടുണ്ടാക്കിയ ഒരു കരാറാ. അതെങ്ങനെ നിങ്ങൾ CPI-ക്കാരെ പറയുന്നോണ്ടേ റദ്ദാക്കാനുള്ളതല്ല. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാരെ കിട്ടാനുള്ള കുടിശ്ശികയുടെ ഒരു പങ്കം കൊടുക്കും ഇപ്പോഴ്. അത് വാങ്ങിക്കും. അത് വാങ്ങിച്ചിട്ട് ചെയ്യാൻ പല കാര്യങ്ങൾ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യും. പിന്നെ നിങ്ങളുടെ പ്രതിഷേധത്തിന് എവിടെയാണ് വില? അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വിനോയ്, എഴുത്തുകാരിയായ സാറ ജോസഫ് ഇന്നലെ പറഞ്ഞൊരു വാചകം താങ്കൾ അറിഞ്ഞു കാണും, യാതൊരു സംശയവും വേണ്ട. അവര് പറഞ്ഞത്, കാലം കാത്തിരിക്കുകയാണ്. കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വയിലുണ്ടായ PM ശ്രീ കുഞ്ഞുങ്ങൾക്കായി. അതുണ്ടാവും, ആ കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്ക് ആ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ പേരെടുക്കുന്നതിന് CPI-ക്ക് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് പറഞ്ഞത്, ഈ 27-ാം തീയതി ഒരു രക്ഷാ ദിവസമാണ്, സുപ്രസാദ ദിവസമാണ്. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. അതാണ് ഓർമ്മിപ്പിക്കുന്നത്. അവിടെ കൃത്യമായ തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് ഇനിയും കേരള രാഷ്ട്രീയത്തിൽ അന്തസ്സോടെ തല ഉയർത്തി നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാലത്തും ഈ അടിമച്ചങ്ങടിയിൽ കുടുങ്ങിക്കിടക്കും. വിനോയ്, സീറോ ആവരുത്, ഹീറോ ആവണം.